ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 78ാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ഭീതിതമായ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടരുന്നു. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. 78ാം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദേശീയ പതാക ഉയർത്തും. ചുവപ്പുകോട്ടയിലെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ 400 തിരഞ്ഞെടുത്ത പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രതിനിധികളെയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചത്. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 9 തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും ചടങ്ങിൽ നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ ഓർമ്മപ്പെടുത്തുന്നതിനായി രാജ്യം ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം ആചരിക്കുന്നു. വിഭജനകാലത്ത് ഭീതിതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എണ്ണമറ്റ ജനങ്ങളെ അനുസ്മരിക്കുന്നതിനുള്ള ദിവസമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യന്റെ ചെറുത്തുനിൽപ്പിന്റെ ശക്തിയുടെ പ്രതീകമായി അവരുടെ ധീരതയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കാൻ രാജ്യം കാത്തുസൂക്ഷിക്കുന്ന നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹം പ്രകീർത്തിച്ചു. വിഭജനകാലത്തെ പലായനങ്ങൾക്കിടെ ജീവൻ നഷ്ടമായവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിനായി 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി കേന്ദ്ര സർക്കാർ ആചരിച്ചുവരുന്നത്. ഹർ ഘർ തിരംഗ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി. രാജ്യത്തെ ജനങ്ങളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായാണ് ഒരാഴ്ച നീളുന്ന ഹർ ഘർ തിരംഗ പരിപാടി കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ജനങ്ങളും വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്നും സർക്കാർ ആഹ്വാനം ചെയ്തു. ത്രിവർണ പതാകയ്ക്കൊപ്പം സെൽഫിയെടുത്ത് ഹർ ഘർ തിരംഗ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയോടനുബന്ധിച്ച് അരുണാചൽ പ്രദേശിൽ 600 അടി നീളമുള്ള ഇന്ത്യൻ ദേശീയ പതാക വഹിച്ചുകൊണ്ടുള്ള തിരംഗ റാലി സംഘടിപ്പിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം രേഖപ്പെടുത്തി. ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹം ആഴത്തിൽ വേരൂന്നിയ നാടാണ് അരുണാചൽ പ്രദേശെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകളും ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളും 1037 പേർക്ക് സമ്മാനിക്കും. പോലീസ്, അഗ്നിരക്ഷാസേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുള്ള സർവീസ് മെഡലുകളും ധീരതാ പുരസ്കാരങ്ങളുമാണ് പ്രഖ്യാപിച്ചത്. തെലങ്കാന പോലീസിലെ ഹെഡ് കോൺസ്റ്റബിൾ ചാദവു യാദയ്യയ്ക്ക് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ മെഡൽ സമ്മാനിക്കും. 213 പേർക്കാണ് ധീരതാ പുരസ്കാരങ്ങൾ. വിശിഷ്ട സേവനങ്ങൾക്കുള്ള പുരസ്കാരം 94 പേർക്കും സ്തുത്യർഹ സേവനങ്ങൾക്കുള്ള പുരസ്കാരം 729 പേർക്കുമാണ് നൽകുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അമൃത് ഉദ്യാൻ ആഘോഷ പരിപാടികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി മറ്റന്നാൾ മുതൽ സെപ്റ്റംബർ 15 വരെ അമൃത് ഉദ്യാനം സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 29 അമൃത് ഉദ്യാൻ വീക്ഷിക്കാൻ കായിക താരങ്ങളെയും ഇതാദ്യമായി ക്ഷണിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ അധ്യാപകർക്കും പൂക്കളുടെ വസന്തം നേരിൽ കണ്ട് ആസ്വദിക്കാൻ പ്രത്യേക ക്ഷണമുണ്ട്. സന്ദർശകർക്കായി സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്നും സൗജന്യ ഷട്ടിൽ സർവീസ് ബസ്സുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുന്നത്.
താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് വാടക ഇനത്തിൽ 6,000 രൂപ നൽകും. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും ഇതേ തുക നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 118 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്തത്തിൽ സർട്ടിഫിക്കറ്റ് നഷ്ടമായവർക്ക് അത് വീണ്ടെടുക്കാൻ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ, നാവികസേന, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടേതെന്ന് കരുതുന്ന ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ CBI അന്വേഷണം ആരംഭിച്ചു. സംഭവം നടന്ന ദിവസം വനിതാ ഡോക്ടർക്ക് ഒപ്പം ജോലിയിലുണ്ടായിരുന്ന 4 ഡോക്ടർമാരിൽ നിന്നും CBI സംഘം മൊഴിയെടുത്തു. കൽക്കട്ട ഹൈക്കോടതിയാണ് കേസിൽ CBI അന്വേഷണത്തിന് ഇന്നലെ ഉത്തരവിട്ടത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നിഷേധിച്ചു. ജാമ്യാപേക്ഷയിൽ CBIയുടെ മറുപടി ആരാഞ്ഞ കോടതി വിഷയം ഈ മാസം 23 മാറ്റി. കഴിഞ്ഞ മാസം 26 കേസിൽ കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തത്. ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് മേലുള്ള മുൻകാല നികുതികൾ സംസ്ഥാനങ്ങൾക്ക് വീണ്ടെടുക്കാമെന്ന് സുപ്രീംകോടതി. എന്നാൽ 2005 ഏപ്രിൽ 1 മുൻപുള്ള നികുതി പിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. വിധിക്ക് മുൻകാല പ്രാബല്യം നൽകരുതെന്ന് കേന്ദ്രവും മറ്റ് ഹർജിക്കാരും ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25 രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 113 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറം വഴിയോ അറിയിക്കാവുന്നതാണ്. ഈ മാസം 23 ആശയങ്ങൾ നൽകാനുള്ള അവസാന തീയതി. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. ജമ്മുകശ്മീരിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ചിരുന്നു. ജമ്മുകശ്മീരിൽ എത്രയും വേഗം തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ജമ്മുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 17 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് തടസ്സമില്ല. അന്താരാഷ്ട്ര സഹകരണം ശക്തമാക്കുന്നതിലൂടെ ഭീകരവാദം ഇല്ലാതാക്കണമെന്ന ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രവർത്തക സമിതി യോഗം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെയും കുറ്റപ്പെടുത്തി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന യോഗം പ്രസ്താവന പുറത്തിറക്കി. ഭീകരവാദത്തിന്റെ ആഘാതം സംബന്ധിച്ച വിശകലനവും ഇരു രാജ്യങ്ങളും പങ്കുവച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുന്നതായി പ്രഖ്യാപിച്ചു. വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാനില്ലെന്നും അദ്ദേഹം അറിയിച്ചു. 2021 മുതൽ പ്രധാനമന്ത്രി സ്ഥാനത്തുള്ള 67-കാരനായ കിഷിദയ്ക്ക് അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിന്തുണ നഷ്ടമായത്. 1955 മുതൽ അധികാരത്തിലുള്ള ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളെ കിഷിദയുടെ രാജിപ്രഖ്യാപനം ഞെട്ടിച്ചിരിക്കുകയാണ്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ശ്രീനഗറിലെ ബക്ഷി സ്റ്റേഡിയത്തിൽ ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹ നാളെ ദേശീയ പതാക ഉയർത്തും. ശക്തമായ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡ്രോൺ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെയാണ് സുരക്ഷാ പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. 78ാം സ്വാതന്ത്ര്യ ദിനത്തിനു മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകുന്നേരം 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തെ ഭീതിതമായ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ തുടരുന്നു.
പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.